ഹോം മൂവി OTTയിലാണ് റിലീസ് ചെയ്തത്. OTTയിൽ റിലീസ് ചെയ്താൽ എന്താണ്, അത് എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലുള്ള മികച്ച ഒരു കുടുംബ ചിത്രമായിരുന്നു. ഇന്ദ്രൻസ് എന്ന നല്ല മനുഷ്യൻ്റെ മാനറിസങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഹോം. ഇന്ദ്രൻസിൻ്റെ ശരീരപ്രകൃതി വെച്ചിട്ട് അയാളെ കളിയാക്കാൻ വേണ്ടി ഒരു കാലത്ത് ഒത്തിരി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പല സിനിമകളുടെയും ഭാഗമാക്കി ഇന്ദ്രൻസിനെ ഉപയോഗിച്ചിട്ടുമുണ്ട്. കളിയാക്കുവാൻ വേണ്ടി മാത്രം കുടക്കമ്പി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ആ സമയത്ത് വലിയൊരു ട്രെൻഡായിരുന്നു. ഏതൊരു വ്യക്തിയും അവരുടെ പേര് പോലും വിളിക്കുകയില്ല, ഇരട്ടപ്പേര് വെച്ച് വിളിക്കുക. എന്തിന് പഠിപ്പിക്കുന്ന സാറുമാരെ വരെ അതും മോശമായിട്ടുള്ള പേര് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയായിരുന്നു ഇന്ദ്രൻസിനെ പോലുള്ള ഒരു സിനിമയിൽ വന്ന സമയം. ശരീരപ്രകൃതി വെച്ച്, നിറം വെച്ച്, നടപ്പ് വെച്ച്, വേണ്ട എന്തെങ്കിലും ഒരു പേരിടുക, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് യാതൊരു ചേർച്ചയുമില്ല, പക്ഷേ അയാളുടെ പേര് വിളിക്കുവാൻ താല്പര്യമില്ല. അയാളെ കളിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു പേര് അയാൾക്ക് യോജിക്കുന്ന ഒന്നും ആയിരിക്കില്ല, പേര് വിളിച്ച് കളിയാക്കുക എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരു സമയമാണ് അത്. സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടന്മാർക്കും നടിമാർക്കും വസ്ത്രങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന തയ്യക്കാരനായിട്ട് ഇന്ദ്രൻസ് വന്നിരിക്കുന്നു. ചെറിയ സിനിമയിൽ ചാൻസ് നേടുകയും പിന്നീട് സിനിമയിൽ അഭിവാജ്യ ഘടകമായിട്ട് ഇന്ദ്രൻസ് മാറുകയും ചെയ്തു. ആ കാലത്തെ നായകന്മാരെക്കാട്ടിലും തിരക്കുള്ള അവസ്ഥയായിട്ട് ഇന്ദ്രൻസ് മാറി. അങ്ങനെ പരിഹസിച്ച് നിന്നിരുന്ന ഇന്ദ്രൻസിന് പുതിയ കാലത്ത് ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യം തന്നെ ഉണ്ടായി. ഭാഗ്യമെന്ന് പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ആ ശരീരപ്രകൃതി വെച്ചുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമെന്ന് തന്നെ പറയാം. അദ്ദേഹം സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ തനതായ ലെവൽ തന്നെയാണ് പല സിനിമയിലും കാണുവാൻ കഴിയുന്നത്. ഹോം എന്ന സിനിമയിലെ പല കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. തനി പച്ചയായ മനുഷ്യൻ, സാധാരണക്കാരനോട് ഒരു സിനിമാ നടൻ എന്നുള്ള ലെവലില്ലാതെ, ഒരു ജാടയുമില്ലാതെ നിൽക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഫീൽഡ് ഔട്ടായി പോയിരിക്കുന്ന പല നടന്മാരും അന്ന് മികച്ച് കത്തി നിന്ന സമയത്ത്, അയാളെ കളിയാക്കിയിരുന്ന സമയത്ത്, ഇന്ന് അവർ ഫീൽഡ് ഔട്ടായി പോവുകയും ഇന്ദ്രൻസ് അവരെ കവച്ച് വെച്ചുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കാഴ്ചയും കാണുവാൻ കഴിയുന്നു. ഒരു കുടുംബം അതിലൂടെ പോകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളുമാണ് ഹോം എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത് തന്നെ. ആ സിനിമയുടെ ക്ലൈമാക്സിനോടടുത്ത് ആനയുടെ കഥ പറയുന്ന ഒരവസ്ഥ ഒരു കഥയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് പറയുന്നിടത്ത് ആ സിനിമയിലേക്ക് ആൾക്കാർ പോകുന്ന ഒരവസ്ഥയാണ് ആ സിനിമയുടെ നട്ടെല്ല് തന്നെ. ഇന്ദ്രൻസിൻ്റെ മകനായിട്ട് അഭിനയിച്ച വ്യക്തി പോലും വിചാരിച്ചതൊരു കഥയായിരിക്കുന്നു, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അതായത് സിനിമയുടെ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയായിട്ട് ആയിരുന്നു എന്നുള്ളത് അതിൻ്റെ ക്ലൈമാക്സിൽ ആൾക്കാരെ കൈയടിപ്പിക്കുകയും കണ്ണ് നിറപ്പിക്കുന്ന ഒരവസ്ഥയായിട്ടായിരുന്നു ഹോം എന്ന സിനിമ